ഒപ്പിച്ചു. ഇനി 2 വീലർ കൊണ്ട് ചുമ്മാ ഒന്ന് കറങ്ങാനായിട്ട്. ഇന്ന് പ്രത്യേകിച്ച് പണിയില്ല, അവർ സ്കൂബിക്ക് പോയി. അപ്പോൾ ഞങ്ങൾ ഈ ഒരു വണ്ടിയും കൊണ്ട് ചുമ്മാ ഒന്ന് ചുറ്റാൻ ഇറങ്ങിയതാണ്. അപ്പം ഞങ്ങൾ എയർപോർട്ടിൻ്റെ ഭാഗത്തേക്ക് പോവാണ്. ഇപ്പോൾ ഫ്ലൈറ്റ് വന്നത് തിരിച്ചു പോയി. അതായത് ഇവിടെ ചെറിയ റോഡ് പണിയൊക്കെ നടക്കുകയാണ്. അപ്പോൾ ഇതേപോലെ റോഡ് ഇതൊക്കെ തന്നെയാണ് റോഡ്. എല്ലാ പറമ്പത്തെങ്ങിന്റെ ചുവട്ടിക്കൂടെയൊക്കെയാണ് പണ്ടൊക്കെ പോയിക്കൊണ്ടിരുന്ന പോലെ എയർപോർട്ടിലേക്ക് പോകുന്നത്. ഈ ചെറിയ റോഡ്, ഇവിടെ റോഡ് പണിയൊക്കെ നടന്നു. അപ്പോൾ വീണ്ടും നമ്മൾ പൂഴിമണ്ണിലൂടെ കയറി പോകുന്നു. പൂഴിയല്ല, ഈ സാധാരണ പൂഴിമണ്ണല്ല ഇത്. ഈ പറമ്പിൽ കൂടെ ശരിക്കും ഫ്ലൈറ്റ് ഇറങ്ങിയവര് വന്നുകൊണ്ടിരിക്കുന്ന വണ്ടികളാണ്. ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് വരുന്ന വരവ് കണ്ടോ? പറമ്പിൽ കൂടിയാണ് അവർ വരുന്നത്. ഇതൊക്കെ നമ്മളവിടെ കിട്ടും. റോഡുണ്ട്, റോഡ് അവിടെ അപ്പുറത്ത് മാറി ചെറിയൊരു റോഡ്. അതായത് ഫ്ലൈറ്റിൽ വന്നവര് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ നമ്മളെ ചിത്രജീവി നോക്കണ പോലെ നോക്കണം. നമ്മള് വേറൊരു ആംബിയൻസിനാണോ നമ്മുടെ ഡ്രസ്സ് തന്നെ. ഫ്ലൈറ്റിൽ വന്നവര് തന്നെ വരവ് കണ്ടോ? ഇതാണ് മണ്ണിക്കൂടെ പറമ്പിക്കൂടെ അവര് വരിക. ഫോറിനേഴ്സൊക്കെ, ഫോറിനേഴ്സാണ് ബാക്കിൽ വന്നത്. ഇതാണ് വ്യൂ കണ്ടോ? സീ വ്യൂ. ഇതാണ് അഗത്തി ഐലൻഡിലെ എയർപോർട്ട്. നമ്മുടെ എയർപോർട്ടാണ് അഗത്തി ഐലൻഡിലെ എയർപോർട്ട്. ഇനിയൊക്കെ തിരിച്ച് നമ്മൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോവാം. അപ്പോൾ പോണ വഴിക്ക് ഇതേപോലത്തെ റോഡുകളൊക്കെ ഉണ്ട്. പോവാം. ഈ അഗത്തി ഐലൻഡിൽ വരുമ്പോൾ നമ്മൾ എയർപോർട്ടിൻ്റെ ആ ഭാഗത്തേക്ക് ഒരു വാല് പോലെയാണ്. 2 സൈഡും അതിൻ്റെ നടുക്കൂടെ ഈ മനോഹരമായ ഇപ്പോൾ റോഡ് പണി ആയതുകൊണ്ടാണ് പൂഴിമണ്ണല്ല പറമ്പിൽ കൂടെ വണ്ടി ഓടിച്ച് പോകണ്ട. എന്നാലും റോഡ് തീരെ ചെറുതാണ്. ഇത്രയുള്ളൂ റോഡ് കണ്ട. ഈ കാണുന്നതാണ് ഇനി നമ്മൾ പക്ഷെ ഇങ്ങനെ കുറച്ച് ദൂരം പോയി കഴിയുമ്പോഴേക്കും വീതി കൂടും. അത് നമ്മുടെ ബാഗ് എയർപോർട്ടിന്റെ ഭാഗം ഒരു വാലി പോലെയാണ്. വാലിന്റെ അറ്റം പിന്നെ ഇങ്ങനെ കൂടി കൂടി വരും. ഇതൊക്കെ ഒരു റിസോർട്ടുകൾ. അവിടെ ബീച്ചുണ്ട്, ഈ സൈഡിലും ബീച്ചുണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ. നല്ല കാഴ്ച. ഇതാണ് റോഡ്, എയർപോർട്ട് റോഡ്. ഏറ്റവും ബെസ്റ്റ് എയർപോർട്ട് റോഡ്. ഇത്രയും വീതിയുള്ളൂ. ബസ്സോ ക്രൗഡോ ഒന്നും തെങ്ങക്കാല പ്ലെയിൻ അടിച്ചാൽ സെറ്റായി കിടക്കല. ബീച്ചിന്റെ കളറൊക്കെ ഇവിടെ പെട്രോൾ ബങ്ക് ഇല്ല. ഇത് എയർലൈനിന്റെ മാത്രമാണ്, ഏവിയേഷന്റെ മാത്രമാണ്. പെട്രോളൊക്കെ എനിക്ക് തോന്നുന്നു എത്രയും വേണ്ടി അവര് നിസ്സാര 5 ലിറ്ററൊക്കെ ഉള്ളൂ ഒരു മാസത്തേക്ക്. അത്രയൊക്കെ ഉള്ളൂ ഇവിടെ. ഈ കാണുന്നത് റിസോർട്ടുകളാണ്, കൊച്ചു കൊച്ചു റിസോർട്ടുകളാണ്. ഞങ്ങൾ താമസിക്കുന്നത് ഹോം സ്റ്റേ പോലെയുള്ള
ഒരു വീടാണ്. വീട്ടില് 2 or 3 ബെഡ്റൂം ആയിട്ടുള്ള ഒരു വീട്. ഫുഡൊക്കെ അവർ തന്നെ പ്രിപ്പയർ ചെയ്ത് തരികയാണ്. ഇതൊക്കെ ഓരോ റിസോർട്ടുകളാണ്. റിസോർട്ട് വീട് നോക്ക്. ലഞ്ച് ബ്രേക്കാണോ? ലഞ്ച് ബ്രേക്കാണോ ഇപ്പോൾ? ആടുണ്ട്, കോഴികളുണ്ട്, പിന്നെ പൂച്ചയുണ്ട്. പട്ടിയെ കണ്ടിട്ടേ ഇല്ല. പട്ടി ഇല്ലാന്ന് തന്നെയാണ് അവർ പറഞ്ഞത്. നായകളൊന്നുമില്ല, കണ്ടില്ല കേട്ടോ. താല്പര്യമില്ല, അത് തന്നെ കണ്ടുമില്ല. നമ്മുടെ അവിടെയൊക്കെ ഇവിടെയൊക്കെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന പോലത്തെ സംഭവങ്ങളൊന്നും ഇവിടെ ഇല്ല. ആട് കാണുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. പശു നമ്മൾ കണ്ടില്ല. കണ്ടോ? എന്ന് പറയുന്നത് കണ്ടില്ല. സ്കൂൾ കുട്ടികൾ പോകുന്നുണ്ട്. വണ്ടിയൊന്നും അങ്ങനെ സ്പീഡിൽ അടിച്ചു പൊളിച്ചൊന്നും പോകുന്നില്ല. കുട്ടികൾ മുഴുവനും സൈക്കിളിലാണ്. നല്ല ഭംഗിയുള്ള യൂണിഫോം കണ്ട. സമാധാനമായിട്ട് സൈക്കിൾ വേണ്ടി പോണാണ്. നമുക്ക് പതുക്കെ പോവാം. ഇവരുടെ കൂടെ പോയാലോ? വേണ്ട. പിള്ളേരൊക്കെ നല്ല സ്മാർട്ട് കുട്ടികളാണ്, മിടുക്കി കുട്ടികളാണ്. ഞാൻ പറഞ്ഞപ്പോ നീ എന്ത് പറഞ്ഞു? ഇനി ഇവര് റിസർവ്ഡ് ആണെങ്കിൽ ബുദ്ധിമുട്ടാണോ വിചാരിക്കും ഇനി വീഡിയോ എടുത്താൽ. പെൺകുട്ടികളെയാണ് മുഴുവൻ കണ്ടത്. ഇതാണ് ആൺകുട്ടികൾ. ആൺകുട്ടികൾ ഭയങ്കര സ്മാർട്ടാണെന്ന് മനസ്സിലായി. കാരണം നമ്മള് ബോട്ടിൽ പോകുമ്പോൾ ബോട്ട് പിടിക്കാനൊക്കെ കടലിലൂടെ നീന്തി നടക്കുന്നുണ്ട് ആൺപിള്ളേർ, ഒരു പേടിയില്ലാണ്ട്. ഹായ്. പേടിച്ചു പോയി. സ്മാർട്ടാണ്, ഇത്രയും സ്മാർട്ടാണ് പേടിച്ചത്. കുട്ടികളൊക്കെ ഭയങ്കര സ്മാർട്ട്, നല്ല ക്യാരക്ടറാണ് പിള്ളേർ. ആരും ഈ ചാടിയൊന്നുമില്ല. നമ്മുടെ അവിടുത്തെ കുട്ടികളെക്കാട്ടിലും മിങ്കിൾ ചെയ്യാനൊക്കെ നല്ല ആൾക്കാരാട്ടോ. നമ്മുടെ അവിടുത്തെ കുട്ടികൾ മോശം എന്നല്ല, പക്ഷെ ഇത്രത്തോളം സംശയം. നമ്മൾ വന്നത് അവിടെ വരെ പോവാം. അവിടെ ഷിപ്പൊന്നും ഇല്ലല്ലോ. ചോദിച്ചു നോക്കാം. അങ്ങോട്ട് പോവാമോ? പോവാൻ പറ്റുമോ? ഇവിടെയാണ് നമ്മുടെ ഷിപ്പ് വന്ന് നിന്ന സ്ഥലം. MV ലഗൂൺസ്. അതാണ് ഈ കടൽ വെള്ളം ഫിൽറ്റർ ചെയ്തെടുത്തിട്ടാണ് ഇവര് കുടിക്കാനൊക്കെ ഉപയോഗിക്കുന്നത്. ഞങ്ങള് കുടിച്ചോണ്ടിരുന്നത് തന്നെയാണ്. താഴ്ത്ത കാണിച്ചു കൊടുക്കുക. ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ. താഴെയൊക്കെ കണ്ടോ, നല്ല ക്ലിയർ, നല്ല അത്യാവശ്യം ആഴമൊക്കെ ഉണ്ട്, പക്ഷെ നല്ല ക്ലിയർ ആയിട്ട് താഴെ കാണാം. കണ്ടോ? ഇതുപോലെ നമ്മളിപ്പോൾ നിലം കാണുമ്പോൾ ആഴം ഇല്ലയെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയാൽ നല്ലോണം അത്യാവശ്യം മുട്ടറ്റം അരയ്ക്കൊപ്പമൊക്കെ വെള്ളം ഉണ്ടാവും. കണ്ടോ? താഴെ കാണാനൊക്കെ നല്ല ക്ലിയർ ആയിട്ടുള്ള ഇതാണ്. നമുക്ക് അങ്ങോട്ട് പോവാം. ഞങ്ങൾ ഈ സ്കൂട്ടറിലാണ് വന്നത്. ഇതാ ഈ നാട്ടുകാരുടെ പോലെ ലുങ്കിയൊക്കെ കൊടുത്തിട്ടാണ് സുൻഷറിൻ്റെ യാത്ര. ഇതാ തെങ്ങൊക്കെ കണ്ടോ, നിലത്ത് കിടന്ന് ഇതായിട്ട് വന്നേക്കണം, മുളച്ച്. നല്ല ഭംഗിയുള്ള സ്ഥലം. ഇതാ നിലമൊക്കെ നോക്ക്, വെള്ളം.
നോക്കൂ കളർ ചേഞ്ച്. നല്ല ഡാർക്ക് ബ്ലൂ, ലൈറ്റ് ബ്ലൂ, അപ്പുറത്തേക്ക് മാറിയ ഗ്രീൻ. നല്ല ഡെപ്ത് ഉണ്ട്. നല്ല ഡെപ്ത് ഉണ്ട്. ഷിപ്പ് വന്ന് അടുക്കുന്ന സ്ഥലമല്ലേ, അതുകൊണ്ട് നല്ല ഡെപ്ത് ഉണ്ട്. ഇവിടെ അടുത്ത് നിൽക്കും ഈ ഷിപ്പ്. ലഗൂൺസ് അല്ലേ, കവരത്തി പക്ഷേ വരില്ല അവിടേക്ക് എടുക്കുന്നത്. ഇത് കളർ നോക്കൂ, അടിപൊളി. ഒരു എന്താ കളറ്, ഓരോ ഭാഗത്തും ഓരോ കളറാണ്. അതേപോലെ ഇനി നാളെ ഉള്ളൂ ഷിപ്പ്. അപ്പോൾ അതിന് വേണ്ടി ആ ട്രെയിനൊക്കെ മെയിൻ്റെനൻസ് ചെയ്യണമെന്നൊക്കെ കണ്ടോ. അപ്പം മിനിഞ്ഞാന്ന് നമ്മൾ വന്ന് പിന്നെ ഷിപ്പൊന്നുമില്ല. നാളെ വരുന്ന ഷിപ്പിലാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ നേരെ പോകുന്നത്. ഇവിടുത്തെ ഇതാണ് നമ്മൾ ഷിപ്പിൽ നിൽക്കുമ്പോൾ ഉള്ള വ്യൂ. ഇതാണ് അഗത്തി ഐലൻഡ്. കാരണം ഇവിടുന്ന് നോക്കിയാൽ അറിയാം, അതിങ്ങനെ വലുതായി വന്ന് ആ അറ്റത്താണ് എയർപോർട്ട്. നമ്മളിപ്പോൾ അവിടെ നിന്നാണ് വന്നത്. അവിടേക്ക് ചുരുങ്ങി പോണ കണ്ടോ. ഇതാണ് വ്യൂ. തെങ്ങാണ്, ഇഷ്ടം പോലെ നാളികേരം. നല്ല ആൾക്കാർ കേട്ടോ. ഒരാളുടെ ഭാഗത്തുനിന്നും നമുക്കൊരു നെഗറ്റീവായിട്ടൊരു വാക്ക് പോലും വന്നിട്ടില്ല. അത് ഭയങ്കര, നമുക്ക് എവിടെ ചെന്നാലും എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് നമ്മൾ കണ്ടുപിടിക്കാറുണ്ട്. പക്ഷേ കണ്ടുപിടിക്കണതല്ല, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാറുണ്ട് അവരുടെ ബിഹേവിങ്ങോ കാര്യങ്ങളോ ഒക്കെ ആയിട്ട്. നമുക്കിവിടെ പക്ഷേ നമ്മൾ ഇന്നലെ ബോട്ടിൽ പോയി, ബോട്ടിൽ 3 ആൾക്കാരുണ്ടായിരുന്നു. നല്ല ബിഹേവിയർ, നല്ല സ്നേഹത്തോടെ ഒരുപാട് നാളത്തെ പരിചയമുള്ള ആൾക്കാരോട് പെരുമാറുന്ന രീതിയിലാണ് നമ്മളോട് പെരുമാറുന്നത്. അതുപോലെ ഇന്നലെ വൈകിട്ട് ഞങ്ങളെ അവിടെ നമ്മുടെ താമസിക്കുന്നതിൻ്റെ അടുത്തു നിന്നുള്ള ആൾക്കാർ വന്ന് കല്യാണം വിളിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി ഞങ്ങൾക്ക് ഇവിടെ ലക്ഷദ്വീപിലെ കല്യാണം കൂടാൻ പോകണം. കല്യാണം എങ്ങനെയാണെന്നുള്ളത് നമ്മൾ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരാട്ടോ. ഒരാളും മോശമായിട്ടോ ഒരു ദേഷ്യത്തിലോ അഹങ്കാരം, ഒരു കുട്ടികൾ പോലും മോശമായിട്ട് ആരോടും പെരുമാറില്ല. എല്ലാവരും നല്ല സ്വീറ്റായിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. ആരും തന്നെ ദേഷ്യപ്പെടുന്നില്ല, അതല്ലേ? ആർക്കും അങ്ങനെ ദേഷ്യമൊന്നുമില്ല. പെട്ടെന്ന് എന്തെങ്കിലും ചോദിച്ചാൽ ദേഷ്യപ്പെടുകയൊന്നുമില്ല. കറക്റ്റായിട്ട് ആൻസർ, ഒരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാരായിട്ടാണ് തോന്നുന്നത്. ഇതാണ് ലക്ഷദ്വീപിൻ്റെ ഇടവഴികളിലൂടെയുള്ള ഞങ്ങളുടെ യാത്ര. അഗത്തി ഐലൻഡ്സിലെ ഇതിന് നമ്മളിങ്ങനെ പോയേക്കുന്നത് ഗോവയിലാണ്. ഇതേ ഒരു കുളം, ചില വീടുകളൊക്കെ 2 നിലയൊക്കെ ഉണ്ട്. കൂടുതലും ചെറിയ വീടുകളാണ്. അവസാനം പോയി നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ ഇടയ്ക്ക് എത്തായിരിക്കും അല്ലേ? അതെ. ഏതോ വഴിയിലൂടെയൊക്കെ പോകുന്നുണ്ട്. ഇപ്പം ഞങ്ങൾ താമസിക്കുന്ന വീട് കണ്ടാൽ ഞങ്ങൾക്കറിയാം. അപ്പം ഞങ്ങൾ അവിടെ കയറും. ഞങ്ങൾ താമസിക്കുന്ന വീട് പെട്ടെന്ന് കണ്ടുപിടിച്ചത്. ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന വീട്. ഇത് ഇതാണ് ഞങ്ങൾ താമസിച്ച റൂം. AC റൂമാണ്. ചെറിയൊരു വാർഡ്രോബുണ്ട്, ഫാനുണ്ട്, ബാത്റൂം അറ്റാച്ച്ഡ്. ഇതാണ് ഞങ്ങളുടെ റൂം. ഒരു ഹോം സ്റ്റേ എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. ഇപ്പം ഞങ്ങൾ യൂസ്ഡാണ്. ഏറ്റവും നല്ല ഇവിടുത്തെ ഹസൻബായുടെ പെരുമാറ്റമൊക്കെയാണ്. അടിപൊളിയായിട്ടുള്ള എന്താ പറയുക, എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും നമുക്ക് ചെയ്തു തരും. അതായത് ഫിഷിങ്ങിനാണെങ്കിലും ശരി, ഇപ്പോൾ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ കാര്യങ്ങളാണെങ്കിലും ശരി, എന്ന് വേണ്ട വളരെ ഫ്രണ്ട്ലി ആയിട്ട് നമ്മളോട് സംസാരിക്കുന്ന ആളാണ് എല്ലാ ആൾക്കാരും. ഒരു സിംഗിൾ ആളെക്കുറിച്ച് നെഗറ്റീവ് ഈ ഇത്രയും ദിവസം കൊണ്ട് പറയാൻ സാധിച്ചിട്ടില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ പരിചയമില്ലാത്ത ആൾക്കാർ വരെ നമ്മളോട് വളരെ വെൽക്കമിങ് ആണ്. സോ ലക്ഷദ്വീപ് സത്യം പറഞ്ഞാൽ ഇറ്റ്സ് വെരി ക്ലോസ് ടു മൈ ഹാർട്ട്. ഒരുപാട് വർഷങ്ങളായിട്ടുള്ള സ്വപ്നമായിരുന്നു ഇവിടെ വരണം എന്നുള്ളത് സാധിച്ചു. എനിക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര ഒരു സന്തോഷം തന്നെയാണ്. ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ ആ ഒരു സ്ഥലത്തും വരാൻ സാധിച്ചു, ദൈവം സഹായിച്ച്. ഇതിപ്പോൾ നമ്മൾ ഈസ്റ്റേൺ ജെട്ടിയിലാണ് പോയത്. ഇനി നമ്മൾ വെസ്റ്റേൺ ജെട്ടിയിൽ പോവാം, ലഗൂൺ ബീച്ചിൽ അങ്ങോട്ട് പോവാം. അങ്ങനെ
മൊത്തം ഐലൻഡ് ഒന്ന് കറങ്ങാനുള്ള ഉദ്ദേശത്തിനാണ് ഇന്ന് വണ്ടി കരസ്ഥമാക്കിയിരിക്കുന്നത്. വേറെ പ്രത്യേകിച്ച് മരമൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് കടച്ചക്കയുടെ മരമാണല്ലോ. കടലിലേക്ക് ഏത് കടല്? ഏതാണ്? ഇതാണ് ലഗൂൺ ബീച്ച് അല്ലല്ലോ, ഇതല്ല, അതാണ് ലഗൂൺ ബീച്ച്. ഇവിടെ പറ്റൂല. എവിടെ ആയാലും ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ ആ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ ലഗൂൺ ബീച്ചായി. ഇതൊക്കെ ഞങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ വളരെ തൊട്ടടുത്താണ്. ഇങ്ങനെ ബീച്ച് സൈഡിൽ കൂടെ ഇങ്ങനെ പോവാം. ഈ ലഗൂൺ ബീച്ചിൻ്റെ അവിടെ നമ്മൾ പോകുന്നത്. ഇതാണ് അഗത്തിയിലെ ലൈറ്റ് ഹൗസ് കേട്ടോ. ഇതാ അഗത്തി ലൈറ്റ് ഹൗസ്. കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ എല്ലാം ഈ പറഞ്ഞ പോലത്തെ കാഴ്ചകൾ. പുല്ലൊന്നും ഇവിടെ പിടിച്ചിട്ടില്ല, പുല്ലുകളൊന്നും പിടിക്കില്ല. കണ്ടോ, നോക്ക്, പുല്ലേ ഇല്ല. പിന്നെ ആട് പുല്ലില്ലാത്തൊരു ഇലയാത്ര ഈ ചെടി. അതുകൊണ്ട് എല്ലാവരും ഭംഗിയുള്ള വീടുകളൊക്കെ ഉണ്ട്, നല്ല ഭംഗിയുള്ള വീടുകളൊക്കെ ഉണ്ട്. ഇതിനൊക്കെ സാധാരണ വീടുകളാണ് കൂടുതലും. ഇവിടുത്തെ ഭംഗി എന്ന് വെച്ചാൽ ഈ മനുഷ്യന്മാരുടെ പെരുമാറ്റവും കടലിൻ്റെ ഭംഗി, കടലിൻ്റെ കളറ് കണ്ടോ, എനിക്ക് ഭംഗി പല പല കളറാണ്. ഡാർക്ക് ബ്ലൂ, ലൈറ്റ് ബ്ലൂ, സഫാരി, ഏത് കളറാണെന്ന് പറയാൻ പറ്റും. എന്തൊക്കെയോ ബ്ലൂവിൻ്റെ ആടുണ്ട്. ആ, ഞാൻ ആദ്യത്തെ പശുവിനെ കേട്ടോ. ഞാൻ പറഞ്ഞു ഇതേപോലെ ഞാൻ കണ്ടു വന്നത്. പുല്ലൊന്നും നമ്മുടെ അവിടെയൊക്കെ പുല്ല് പിടിച്ച് കിടക്കുന്നവരെ ഇവിടെ പുല്ല് പിടിക്കുന്നു. ഇതാണ് ലഗൂൺ ബീച്ച്. ഇത്രയും അപ്പുറം എപ്പോഴും കടല, നടുക്കൊരല്പ സ്ഥലമാണുള്ളത്. പക്ഷേ ഈ സ്ഥലത്ത് വെള്ളം കയറൂല എന്ന്, അത് ഭയങ്കര അത്ഭുതമാണ്. ഇവരെ ഹിറ്റ് ചെയ്തത് ഓക്കി ആണ് ഇവരെ ഹിറ്റ് ചെയ്തത്. പിന്നെ മറ്റേ സുനാമി ഒന്നും അടിച്ചില്ല ഇവിടെ. ഇവിടെ അങ്ങനെയുള്ളൊരു പ്രശ്നമൊന്നും വരുന്നില്ല. അത് ഈ ചുറ്റും കോറൽസ് ഉള്ളതുകൊണ്ടാണെന്നാണ് ഇവർ പറയുന്നത്. കോറൽസ് വളരെ കാര്യമായിട്ട് ഇവർ ശ്രദ്ധിക്കുന്നുണ്ട്. ഇവിടെ വരുന്നവർ കോറൽസ് ഒന്നും എടുക്കാൻ പാടില്ല, കൊണ്ടുപോകാൻ പാടില്ല, അത് നശിപ്പിക്കാൻ പാടില്ല. എടുത്തോണ്ട് പോകാൻ പാടില്ല. വലിയ ഒഫൻസ് ആണ്. 25 വർഷം വരെയൊക്കെയാണ് തടവെന്നാണ് പറഞ്ഞത്. ഒരു പള്ളിയാണ്, പള്ളിക്കുളം. പല സ്കൂളിലും പല യൂണിഫോംസ് ആണ്. വീണ്ടും നമ്മൾ ബീച്ചിൻ്റെ അതേ ഫിഷറീസ് യൂണിറ്റ് ഏനാ ഓഫീസ് ഓഫ് ഫിഷറീസ് യൂണിറ്റ്. ഐസ് പ്ലാന്റ് ആൻഡ് കോൾഡ് സ്റ്റോറേജ് ഉണ്ട്. ഇവിടെ ഉണ്ട് കേട്ടോ ഒരു പാലം, ഫിഷ് ഹാൻഡ്ലിംഗ് സെൻറ്റർ. ഐ ലവ് അഗത്തി. ഇത് പക്ഷെ എന്തോ എന്താ പറയുക, പിടിച്ചെടുത്ത എന്തോ ബോട്ടാണെന്നാണ് പറഞ്ഞത്. എന്തോ കള്ളത്തരമൊക്കെ ചെയ്തുകൊണ്ട് പിടിച്ചെടുത്തതാണ്. അങ്ങനെയുള്ള ബോട്ടുകളായി ഈ രണ്ടെണ്ണം. ഐ ലവ് ലക്ഷദ്വീപ്. അല്ല, കിടക്കാച്ചി പെയിൻറ്റിങ് അല്ലേ, നന്നായി ഡ്രോ ചെയ്തിട്ടുണ്ട്. നല്ല വെയിലാട്ടോ, സ്ഥല വെയിലാണ്. അതാണ് ബീച്ചിലൊന്നും ആരും ഇല്ലാത്ത. ബീച്ച് ശരിക്കും പറഞ്ഞാൽ വൈകിട്ടാണ് അത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ സൺക്രീം അത്യാവശ്യമാണ്. നല്ല അടിപൊളി ഒരു ഷെയ്ഡ്സ്, അതായത് കൂളിംഗ് ഗ്ലാസ് വളരെ 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 ഒരു ക്യാപ്പ് മറക്കാതെ കൊണ്ടുവരണം. നിർബന്ധം. പിന്നെ ഒരു കുപ്പിയും
അത് കയ്യിൽ വെച്ചോളണം. കാരണം എന്താ വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിച്ചിട്ടില്ലെങ്കിൽ ശരിയാവില്ല. ഇതൊരു ബെസ്റ്റ് ടൈം തന്നെയല്ലേ, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ക്യാപ്പ് നിർബന്ധമാണ്, എന്താണെന്ന് വെച്ചാൽ അത്ര ചൂടാണ്, നമുക്ക് പെട്ടെന്ന് ഒരുപാട് ചൂടായാലും ബുദ്ധിമുട്ടല്ലേ. ഇതൊരു അടിപൊളി ആല്, എത്രയോ വർഷങ്ങളായിട്ടുള്ള, ഒരുപാട് വർഷത്തെ പഴക്കം, 400 വർഷം എന്നൊക്കെ പറയണു. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പയ്യൻ, അറിയില്ല അതാ എന്താണെങ്കിലും ഭയങ്കര ഒരാലാണ് പേരാല്. പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ, നല്ല തണവും. മെഡിക്കൽ ഇനി നിങ്ങൾക്ക് വേറൊരു കാര്യം കാണിച്ചു. ഇത് ഹോസ്പിറ്റൽ, നമ്മൾ കഴിഞ്ഞ ദിവസം വന്ന ഹോസ്പിറ്റൽ. നിങ്ങൾക്കൊന്ന് പോയി പറഞ്ഞാൽ ചുമ മാറിയിട്ടില്ല, ഒരു മരുന്നും കൂടെ തരുമെന്ന്. ഇനി ഇവിടെ സ്വർണ്ണക്കടയുണ്ടോ എന്ന് ചോദിക്കുന്നവരോടുള്ള അടുത്തൊരു ഭീമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണത്തിനും വാങ്ങാൻ ബുദ്ധിമുട്ടില്ല, അല്ലാണ്ട് പോവാ. ഇവിടെ പെൺകുട്ടികൾക്ക് പയ്യൻ അങ്ങോട്ടാണ് കൊടുക്കുക, മഹർ കൊടുക്കുക കല്യാണം കഴിക്കുന്നത്. പെൺകുട്ടിയുടെ വീട്ടിൽ വെഡ്ഡിങ്ങിന് നടക്കുന്ന സദ്യയും അതിൻ്റെ ചെലവുകളും എല്ലാം ആണിൻ്റെ ഭാഗത്തു നിന്നാണ്, പയ്യൻ്റെ ഭാഗത്തു നിന്നാണ് ചിലവൊക്കെ വഹിക്കേണ്ടത്. പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് യാതൊരുവിധ ചിലവും ഇവിടെ ഇല്ല എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. പവിഴപ്പുറ്റ്, കടൽ വെള്ളരി, മറ്റ് കടൽ എടുക്കുന്നത് ശിക്ഷാർഹമാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളിവിടെ വരികയാണെങ്കിൽ പാലിക്കേണ്ട നിയമമാണ്. അപ്പോൾ അത് മറക്കരുത്, വളരെ വലിയ ഒഫൻസാണ്. അപ്പോൾ ഈ പ്രാവശ്യത്തെ ലക്ഷദ്വീപിൻ്റെ യാത്ര ഇവിടെ തീരുകയാണ്. അപ്പോൾ ഇനി നമ്മൾ നേരെ ബോട്ടിലേക്ക് പോകുന്നു, ഈസ്റ്റേൺ ജെട്ടിക്ക് പോകുന്നു. അവിടുന്ന് MV കവരത്തി ഷിപ്പിലേക്ക് പോകുന്നു. അത് ചെറിയൊരു ബോട്ടിലാണ്, കാരണം ജെട്ടിയുടെ അടുത്തില്ല, കുറച്ച് വലിയ ഷിപ്പ് ആയതുകൊണ്ട്. എന്നിട്ട് അവിടുന്ന് നമ്മൾ നേരെ ഷിപ്പിൽ കയറുന്നു. അവിടുന്ന് ഈ MV കവരത്തി ഷിപ്പ് കവരത്തി വഴിയാണ് പോകുന്നത്, കവരത്തി വഴി കൊച്ചിയിലേക്ക്. അപ്പോൾ കവരത്തിയിൽ നിന്ന് കുറച്ച് ആൾക്കാർ കയറാനുണ്ടാവും. കവരത്തിയിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങാൻ ചാൻസ് കുറവാണ്, കാരണം അതിൻ്റെ സമയം കിട്ടുമെന്ന് എനിക്കറിയില്ല. അങ്ങനെ നമ്മളപ്പോൾ അഗത്തി ഐലൻഡിലെ ഹസൻ ഭായിയുടെ വീട്ടിൽ നിന്ന് നേരെ ഈസ്റ്റേൺ ജെട്ടിക്ക് പോവാം. ഹസൻ ഭായിനെയൊക്കെ കിട്ടിയിട്ടുണ്ട്, എല്ലാരെയും കിട്ടിയിട്ടുണ്ട്. തെങ്ങിന്റെ പൊട്ടണ്ട, തെങ്ങ് മോളി വെക്കാം. മഞ്ജുവിന്റെ പണിയാണ്. ലക്ഷദ്വീപ് നാളികേരം വരെ കൊണ്ടുപോകുന്നുണ്ട്. ഇതൊരു മഴ ദിവസമാണ്, മൂടി കെട്ടിയിട്ടുള്ള ദിവസമാണ്. കാരണം ഈ തിരുവനന്തപുരത്തൊക്കെ മഴ പെയ്യുന്ന സമയത്ത് ഈ അഗത്തി ഐലൻഡിൽ മഴ പെയ്യുന്നതാണ് ഇവിടെയുള്ളവർ പറയുന്നത്. എന്തോ ഒരു ജിയോഗ്രഫിക്കലായിട്ടുള്ളൊരു കണക്ഷൻ ഉണ്ടെന്നൊക്കെയാണ് ഇവർ പറയുന്നത്. നമുക്ക് അതിനെക്കുറിച്ചിട്ടുള്ള അറിവില്ലാത്തതുകൊണ്ട്, പക്ഷെ ഇവർ പറയുന്ന കാര്യങ്ങൾ വളരെ സത്യസന്ധമായ കാര്യം കേട്ടോ. ഈ ഓഷ്യനിലും ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ക്ലൈമറ്റ് ചേഞ്ചൊക്കെ അവർ കറക്റ്റായിട്ട് പ്രൊഡിക്റ്റ് ചെയ്യുന്നുണ്ട്. ആ എക്സ്പീരിയൻസ് കൊണ്ടായിരിക്കും. 3 ദിവസം താമസിച്ച വീടാണ്. എന്താണ് ഒരു കപ്പിത്താൻ, കൊച്ചു കപ്പിത്താൻ, കുഞ്ഞു കപ്പിത്താൻ.
ടാറ്റ. ഓക്കെ താങ്ക് യു. ശരി. തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾ ഈസ്റ്റേൺ ജെട്ടിയിലെത്തി. ഇനി ആ കാണുന്നതാണ് നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്ന ഷിപ്പ്. അതിലേക്ക് നമുക്ക് ആ പോകുന്ന പോലെ ചെറു ബോട്ടിൽ ചെന്നിട്ട് കയറണം. മൂടിക്കെട്ടിയ ഒരു ക്ലൈമറ്റാണ് ഇന്നത്തെ ദിവസം. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ നേരെ അതേപോലത്തെ കുഞ്ഞു ബോട്ടിൽ കയറി അങ്ങോട്ട് പോകും. അപ്പോൾ ഇനിയിപ്പോൾ മൊബൈലും എല്ലാം എടുത്തിട്ട് തൽക്കാലം ബാഗിൽ വെക്കട്ടെ. നമുക്ക് അകത്ത് കയറിയിട്ട് കാണാം.